വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ പച്ചമാങ്ങയും അതേപോലെ പഴുത്ത മാങ്ങയും വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. പഞ്ചസാരയും ഏലക്കായും മാത്രമേ ഞാൻ ജ്യൂസിലിട്ടിട്ടുള്ളൂ. നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇതിനായിട്ട് എടുത്ത മാങ്ങ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മാങ്ങ, ഇത് നമ്മൾ സീഡ് മുളപ്പിച്ചിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ള പച്ചമാങ്ങ. ഇതേപോലത്തെ ഒരു മാങ്ങ വാങ്ങിയതിൻ്റെ സീഡ് നമ്മൾ കുഴിച്ചിട്ടിട്ട് ഉണ്ടായ മാങ്ങയാണ് ഈ കാണുന്നത്. നല്ല മൂത്ത മാങ്ങയാണ് കേട്ടോ, പഴുക്കാനായ മാങ്ങയാണ്. ഈ മാങ്ങ ആയതുകൊണ്ട് ഇതിൽ പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല പൊടിയുള്ള തരം മാങ്ങയാണ്. ഒരു മാങ്ങ തന്നെ എടുത്താൽ അത്യാവശ്യം 4-5 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. ഒരു കാര്യം കൂടെ പറയാം, ജ്യൂസ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഇത്ര നല്ലതൊന്നുമല്ല. അതുകൊണ്ട് മാങ്ങ ഇട്ട് കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ നോമ്പായതുകൊണ്ട് നമുക്ക് കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ വേണ്ടേ വൈകുന്നേരത്ത്. അതിന് വേണ്ടിയിട്ടാണ്. ഈ പഞ്ചസാരയുടെ അളവ് കൂടുതൽ നമുക്ക് ചെല്ലണത് ഇത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര, 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ഏലക്കായ ഇതിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് കറക്കിയിട്ടെന്ന് വെച്ചാൽ ജ്യൂസ് റെഡിയായി. അതേപോലെ പഴുത്ത മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് ജ്യൂസ് അടിച്ചതിൻ്റെ ശേഷം കുറച്ച് ചിയ സീഡ് മീതിട്ട് കൊടുത്തിട്ടുണ്ട്. ചിയ സീഡ് 1 ടീസ്പൂൺ എടുത്തിട്ട് ഒന്ന് കുതിർത്തിയിട്ട് അത് ലേശം ഇതിൻ്റെ ജ്യൂസിൻ്റെ മീതിട്ട് കൊടുത്തതാണ്. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ചിയ സീഡ് നമുക്ക് തണുപ്പിനൊക്കെ വളരെ നല്ലതാണ്. നിങ്ങൾ വീഡിയോ കണ്ട് നോക്കൂ.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.